ഹരേ കൃഷ്ണ. തിരുപ്പാവൈ പാസുരം 7. ആണ്ടാളമ്മ ഗോപികമാരെ തട്ടി ഉണർത്തി വിളിച്ചുണർത്തുന്നത് തുടരുകയാണ്. അടുത്ത പാസുരം. ആ തണുത്ത മാർഗഴി മാസത്തിലെ വെളുപ്പാം കാലത്ത് ആണ്ടാളമ്മയുടെ സഖി സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് ആണ്ടാളമ്മ കതകിൽ വന്ന് മുട്ടുന്നത്. ഹേ കൂട്ടുകാരി, നീ ഇപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങുകയാണോ? ആ കൂട്ടുകാരിക്ക് ഈ വിളിച്ചത് തീരെ ഇഷ്ടാവുന്നില്ല. എന്നാലും കണ്ണു തുറന്നുകൊണ്ട് ചോദിക്കും, അതിന് നേരം വെളുത്തോ? അപ്പം ആണ്ടാളമ്മ പറയും, ആ നേരം വെളുത്തു. നീ ആ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ലേ? കലപില ശബ്ദങ്ങൾ നീ കേൾക്കുന്നില്ലേ കൂട്ടുകാരി? അപ്പോൾ ആ കൂട്ടുകാരി എഴുന്നേൽക്കാതിരിക്കാനായിട്ട് കാരണം കണ്ടെത്തുകയാണ്. അതോ ഒരു കിളിയോ മറ്റോ എണീറ്റതായിരിക്കാം, അതും നിങ്ങളുടെയൊക്കെ ബഹളം കേട്ടിട്ട്. അപ്പോൾ ആണ്ടാളമ്മ പറയും, അല്ലല്ല, എല്ലാ കിളികളും എഴുന്നേറ്റു, അവരവരുടെ കർമ്മത്തിന് വേണ്ടി പോയി കഴിഞ്ഞു. ഇപ്പോഴും നീ ഇങ്ങനെ കിടന്നുറങ്ങുകയാണോ? കൃഷ്ണനെ വേർപെട്ടിരിക്കുന്ന ജീവാത്മാവാണ് താനെന്ന ബോധമില്ലാതെ ഇപ്പോൾ ഉള്ള ഈ ഒരു സുഖമാണ് ഏറ്റവും വലിയ സുഖം എന്നുള്ള ആ മായയിൽ സ്വയം മറന്നങ്ങനെ കിടന്നുറങ്ങുകയാണ് ആണ്ടാളമ്മയുടെ കൂട്ടുകാരി. ആ ജീവാത്മാവിനെ തട്ടി ഉണർത്തി വിളിക്കുകയാണ് ആണ്ടാളമ്മ ചെയ്യുന്നത്. ആണ്ടാളമ്മ പറയുകയാണ്, നിനക്ക് കൃഷ്ണനെ വേർപെട്ടിട്ട് എങ്ങനെ ഇങ്ങനെ കിടക്കാൻ സാധിക്കുന്നു? അതാ ആ കുപ്പിവളകളുടെ ശബ്ദം നിനക്ക് കേൾക്കുന്നുണ്ടോ? ആ ആയർപ്പടിയിലെ ഗോപികമാർ നേരത്തെ തന്നെ എഴുന്നേറ്റ് തൈര് കടയാൻ തുടങ്ങി. എന്തിനാണ്? ആ കള്ളക്കണ്ണനെ വെണ്ണ സമർപ്പിക്കാൻ. ഇനി നിന്റെ മനസ്സും ഇതുപോലെ ഞങ്ങൾ കടയേണ്ടി വരുമോ? അതായത് ആ തൈര്, നമ്മുടെ മനസ്സാകുന്ന ആ തൈര്, അത് കടഞ്ഞ് വേണം വെണ്ണയാവാൻ. ആ നറുവെണ്ണയാണ് ഭഗവാൻ കട്ടെടുത്തു കൊണ്ടുപോകുന്നത്. ആ ചിന്തകളൊന്നും ഇല്ലാത്ത, മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത ആ നറുവെണ്ണ പോലെയുള്ള മനസ്സിനെ മാത്രമേ ഭഗവാൻ കട്ടെടുക്കൂ. ആ മനസ്സിനെ മാത്രമേ ഭഗവാൻ സ്നേഹിക്കുകയുള്ളൂ. ഈ കാര്യം ആ ഗോപികയെ ഓർമ്മിപ്പിക്കുകയാണ് ആണ്ടാളമ്മ. കേശവനെ കുറിച്ച് പാടാൻ, കേശവൻ്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നായികയാകേണ്ട ആളാണ് നീ. അത് പറയുന്നത് അവൾക്കൊരു പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സീതാദേവിയെ പോലുള്ള ഗോപികയായി മാറാനാണ് ആണ്ടാളമ്മ ആ സഖിയോട് പറയുന്നത്. രാവണനെ വധിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ച നമ്മുടെ ഭഗവാനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ നിനക്ക് തോന്നുന്നില്ലേ സഖി? ഇതൊക്കെ കേൾക്കുമ്പോൾ ആ സഖി പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ താൻ അറിയാതെ തന്നെ ആ കൃഷ്ണനിലേക്ക് ആ സഖിയുടെ മനസ്സ് എത്തുകയാണ്. ഹരേ കൃഷ്ണ. ഇതാണ് പാസുരം 6 പറയുന്നത്.